പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 47-ാം സങ്കീർത്തനം 4-ാം വാക്യം. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. വിദ്യാഭ്യാസം, ജോലി, ജീവിതപാത. എന്നാൽ ചിലപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ ശരിയായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ അവൻ നമുക്കായി ഏറ്റവും നല്ലതിനെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. വചനം പറയുന്നു, അവൻ നമ്മുടെ അവകാശത്തെ ഞങ്ങൾക്കായി തിരഞ്ഞെടുത്തു. ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ സ്വന്തമായി എല്ലാം നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അവകാശമൊരുക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിയർക്ക് വാഗ്ദത്ത ദേശം നൽകി. അതുപോലെ ഇന്നും തൻ്റെ മക്കൾക്കായി ആത്മീയ അനുഗ്രഹങ്ങൾ അവൻ ഒരുക്കിയിരിക്കുന്നു. വചനം പറയുന്നു, അവൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിൽ പല ബലഹീനതകളും ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം അവനെ തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അവൻ്റെ സ്നേഹനിമിത്തമാണ്. നമ്മൾ പരിപൂർണരല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ നമ്മെ ഉയർത്തുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ ചില വാതിലുകൾ അടയാം, ചില പദ്ധതികൾ പരാജയപ്പെടാം. അപ്പോൾ നാം ചിലപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു? ദൈവം എന്താണ് ഇങ്ങനെ വരുവാൻ അനുവദിച്ചത്? എന്നാൽ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ കഷ്ടം നാളെയുടെ അനുഗ്രഹമായി മാറാം. ഇന്നത്തെ പരീക്ഷണം നാളെയുടെ സാക്ഷ്യമായി തീരാം. പ്രിയരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത ജനമാണ്. അതിനാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണം. ദൈവത്തിൽ വിശ്വാസത്തോടെ ജീവിക്കാം, അവൻ്റെ വചനത്തിൽ നടക്കാം, മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും പകരാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുന്ന സാക്ഷ്യങ്ങളായി രൂപപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്കായി തിരഞ്ഞെടുത്ത അവകാശത്തിൽ വിശ്വാസത്തോടെ നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.